ഹായ് എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു നെയ്മീൻ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. ഓക്കെ. മീൻ കറിക്ക് ആവശ്യമായ മീനെടുത്ത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് പൊടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. സാധാ മുളക് പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കണം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ മുളക് പൊടി കുറവെന്ന്. ഇതിൽ അത്യാവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡറിൽ അത്യാവശ്യം എരിവുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് ഒരു 5-8 കൂട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവൊക്കെ കൊണ്ടാണ് നമ്മൾ സാധാ മുളക് പൊടി കുറച്ചെടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 6 വെളുത്തുള്ളി എടുത്ത് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളി കുറച്ച് ഞാനൊരു കയ്യിൽ ഒതുങ്ങണത്ര ഉള്ളി എടുത്തിട്ട് നന്നാക്കി വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാൻ പറഞ്ഞില്ലേ 8 പച്ചമുളകോളം അത് കീറി വെച്ചിട്ടുണ്ട്. ഒരു തണ്ട് വേപ്പില വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പിന്നെ ആവശ്യമുള്ളത് ഒരു തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഒരു തക്കാളി ഞാൻ നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുടപ്പുളി എടുത്ത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് 3 കുടപ്പുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. മീൻകറി ശരിയാക്കാനായിട്ട് ഞാൻ ഒരു ചട്ടി എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. ഞാൻ സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര വെളിച്ചെണ്ണ നമുക്ക് മതിയാവും കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ നല്ല പോലെ ചൂടായിട്ട് വരട്ടെ. വെളിച്ചെണ്ണ എല്ലാതും നല്ല പോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് 1/4 ടീസ്പൂൺ തന്നെ നമുക്ക് ഉലുവയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ തൃശ്ശൂർക്കാരെ കറിയിലൊന്നും മീൻ കറിയിലൊന്നും നമ്മളിത് കടുക് പൊട്ടിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഏത് ജില്ലയിലാണ് വെക്കണമെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ മോനേട്ടൻ ലീവിന് നാട്ടിൽ വരുമ്പോൾ ആൾ ഞങ്ങൾക്ക് ചില സ്പെഷ്യൽ കറികളൊക്കെ വെച്ച് തരും. അപ്പോൾ ആൾ ചെയ്യുന്നത് കണ്ടുപിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് കടുകൊക്കെ നന്നായി പൊട്ടി വരട്ടെ. നമ്മുടെ കടുകും ഉലുവയും എല്ലാതും നല്ല പോലെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളിയും പച്ചമുളകും ഇതൊക്കെയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ മോനെണ്ണ ജോലിക്ക് പോയത് കൊണ്ട് ഇവിടെ ക്യാമറ പിടിച്ച് തരാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അസൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചോളാം. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നോളൂ കേട്ടോ. നമ്മൾ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാതും ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്ന പോലെ വാടി ഒരു നല്ല പോലെ മൂത്തൊക്കെ വരണം കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ, വേഗം വാടി വരാനായിട്ട്. അപ്പോൾ ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടി വരാനായിട്ട് ഞാൻ അതേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഗോൾഡൻ കളറായിരുന്ന വരയ്ക്ക് വാടി വരട്ടെ കേട്ടോ. മൂത്ത് വരണതൊക്കെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെയും പച്ചമുളക് മാറി വരട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും മുറുക്കിയും നല്ല പോലെ മൂത്ത് വന്നു തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഞാൻ സൗണ്ട് വരുന്നുണ്ട് കടകടാന്നുള്ളത്. അപ്പോൾ അത് നല്ല പോലെ വാടിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി കുറച്ചും കൂടി ഒന്ന് വാടാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വാടി വരട്ടെ. അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉള്ളി എല്ലാതും നല്ല പോലെ വാടിയുണ്ട്. ഈ സമയത്ത് നമ്മുടെ തീയൊക്കെ നന്നായി കുറച്ചിടണം കേട്ടോ. തീ എല്ലാതും നല്ല പോലെ കുറച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ പൊടികളെല്ലാതും നല്ല പോലെ ഇളക്കി അതൊന്ന് പച്ചമണം മാറുന്ന വരയ്ക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. കരിഞ്ഞു പോവാണ്ട് നോക്കണം. അതുകൊണ്ടാണ് തീ നല്ല പോലെ കുറച്ചിടാനായിട്ട് പറയണത്. നമ്മുടെ മുളകെല്ലാതും നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ കുടപ്പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുടപ്പുളി ഞാൻ ഒരു 2 പീസ് എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം തക്കാളി ഇട്ട കാരണം ചിലപ്പോൾ പുളി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അപ്പോൾ അതും കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിന് നമുക്ക് നല്ല പോലെ ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് തക്കാളിയൊക്കെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തക്കാളിയൊക്കെ വാടി തുടങ്ങണമല്ലോ കേട്ടോ. അപ്പോൾ
അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വാടി എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തക്കാളി എല്ലാതും നല്ല പോലെ വാടി എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. മീൻ കറിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം വെച്ച് കൊടുക്കണ്ടേ. മീൻ കറിക്ക് ആവശ്യമുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതപ്പോൾ നന്നായി തിളക്കട്ടെ കേട്ടോ. അപ്പോൾ തിളയ്ക്കാനായിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും നമുക്കിത് തിളച്ചോന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. നല്ല പോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് പതുക്കാനൊന്ന് മെല്ലെ എല്ലായിടത്തേക്കൊന്ന് ആവാനായിട്ടൊന്ന് ഇങ്ങനെ പതുക്കാനൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് തീ കൂട്ടിയിട്ടിട്ട് തിളയ്ക്കണ വരെ തീ കൂട്ടിയിടാം കേട്ടോ. മീൻ കറിയൊക്കെ നമുക്കൊന്ന് തിളച്ചോന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അതെ, നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കണം കേട്ടോ. അപ്പം നോക്കിയതിന് ശേഷം പറയാം. ഉപ്പ് കുറച്ച് കുറവാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ചും കൊണ്ട് ഉപ്പ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും അത് മൂടി വെച്ചിട്ട് തന്നെ വേവിക്കണം കേട്ടോ. നമ്മുടെ കറിയൊക്കെ എന്തായെന്നൊന്ന് നോക്കാം കേട്ടോ. നല്ല പോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ചാറ് കുറച്ചും കൂടി ഒന്ന് വറ്റണം കേട്ടോ. മീനൊക്കെ വേവറായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതിലേ പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ. പുളി കൂടാണെങ്കിൽ നമുക്കതിൽ നിന്ന് പുളി എടുത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. പുളിയും ഉപ്പൊക്കെയും കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വറ്റിക്കാനായിട്ടൊന്ന് തുറന്ന് വെച്ച് വേവിക്കാട്ടെ. ഇനി മീൻ കറിയുടെ ചാറൊക്കെ വറ്റി തുടങ്ങണുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കത് വെളിച്ചെണ്ണയൊക്കെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കണ്ടു തുടങ്ങിയിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വറ്റട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്കിത് ഓഫാക്കാം. മീൻ കറിയുടെ മൂടിയൊക്കെ വീണ്ടും നമ്മൾ തുറന്നു കറിവേപ്പിലൊക്കെ അതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും തുറന്ന് വെച്ചേക്കുന്നത് കേട്ടോ. നമ്മുടെ സ്വാദിഷ്ടമായ നെയ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗവൊക്കെ ഓഫാക്കി കൊടുക്കാം. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ടാറ്റ, ബൈ.